ക്രിസ്തലോ ക്രിസ്ത്യൻ ഭാവന സ്വർഗീയ ഭവന സേവനത്തിൽ നിങ്ങൾക്കും അവസരങ്ങൾ. ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്കായി ദൈവരാജ്യത്തിൻ്റെ പ്രതിനിധികളായി ഭൂമിയിൽ സേവനമനുഷ്ഠിക്കാൻ എല്ലാവർക്കും ഇപ്പോൾ സുവർണാവസരം. വിവിധതരം ഒഴിവുകൾ സ്വർഗീയ പൊതുസേവന കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വർഗീയ ഭരണ സേവനത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കുവാനുള്ള അപേക്ഷകൾ, നിർദ്ദേശങ്ങൾ എന്നിവ പൂർണ്ണമായും ദൈവവചനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആത്മീയ മാർഗനിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട വിധം: പ്രാർത്ഥന എന്ന സ്വർഗീയ വെബ്സൈറ്റിൽ ഹൃദയപൂർവ്വം രജിസ്റ്റർ ചെയ്യുക. ആത്മഭാരം, ആത്മസമർപ്പണം അറ്റാച്ച് ചെയ്ത ബയോഡേറ്റയും അപേക്ഷയിൽ സമർപ്പിക്കുക. തിരഞ്ഞെടുപ്പ് രീതി: ആത്മീയ ജീവിതത്തിൽ പരീക്ഷണം, വിശ്വസ്തത, സേവന പ്രവർത്തനങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി ഘട്ടങ്ങളായി. പരിശീലനം: ദൈവവചനം പഠനം, പ്രാർത്ഥന, ക്രിസ്തുവിൻ നിറഞ്ഞ പ്രവൃത്തി, വിശ്വസ്തത എന്നിവയിൽ. സേവന കാലയളവ്: കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷത വരെ മാത്രം. ശമ്പളവും ആനുകൂല്യങ്ങളും: ആത്മീയ സുരക്ഷ, പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക ജീവിതം, ദൈവത്തിൽ നിന്നും പ്രത്യേക ആത്മീക ഭൗമിക അനുഗ്രഹങ്ങൾ, സ്വർഗരാജ്യത്തിൽ നിത്യവാസം, സ്വർഗീയ മഹിമയെ പങ്കാളിത്തം, ക്രിസ്തുവിൽ ശാശ്വത പദവികൾ, നിത്യകിരീടം തുടങ്ങി എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ്. പ്രധാന യോഗ്യതകൾ: ദൈവഹിതം അനുസരിക്കുന്നതിനുള്ള മനോഭാവം, വിവേകപൂർവം ചിന്തിക്കുവാനുള്ള കഴിവ്, പ്രാർത്ഥനാശീലം, ദൈവത്തിൽ ഉറച്ച വിശ്വാസം, നിത്യതയെക്കുറിച്ചുള്ള അറിവ്, സുവിശേഷ ഘോഷണത്തിലുള്ള ഉത്സാഹം, ആത്മഭാരം, സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും വിശ്വസ്തതയും ആത്മസമർപ്പണവും, സാമൂഹ്യ സേവനം. അപേക്ഷകൾ നിരസിക്കപ്പെടുന്നവർ: കപടഭക്തി നിറഞ്ഞവർ, സ്വയം വിശുദ്ധർ, സഹജീവികളിൽ കരുണ കാട്ടാത്തവർ, വ്യാജപ്രസംഗം ഉപദേശം നൽകുന്നവർ, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നവർ, സത്യവും നീതിയും പിന്തുടരാത്തവർ. പ്രധാന പോസ്റ്റുകൾ: ഗോസ്പൽ മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ്. യോഗ്യതകൾ: ദൈവവചനത്തിൽ ആഴത്തിലുള്ള അറിവ്, സുവിശേഷ ഘോഷണത്തിലുള്ള ഉത്സാഹം, കേൾവിക്കാരന് സമാധാനം നൽകുന്ന സംസാര ശൈലി, ദൈവസേവനത്തിനായി സമർപ്പിതമായ ജീവിതം. ഉത്തരവാദിത്തങ്ങൾ: പ്രതീക്ഷയുടെ സന്ദേശം ജനങ്ങളിൽ പകരുക, ദൈവവചനം സത്യമായി സംസാരിക്കുക, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ദൈവരാജ്യ പ്രതിനിധികളെ കണ്ടെത്തുക, അയയ്ക്കുക. ഏകനായാലും പ്രത്യാഘാതങ്ങളെ ഭയക്കാതെ ദൈവവചന സത്യത്തിൽ ഉറച്ചു നിൽക്കുക. തെറ്റായ ജീവിത ശൈലിക്കെതിരെ മുന്നോട്ടു വരിക. ഭൂമിയിൽ സുവിശേഷ ഘോഷണത്തിന് വചനമാകുന്ന വിത്ത് വിതയ്ക്കുക. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. യോഗ്യതകൾ: ആത്മീയ ബോധം നൽകുവാനുള്ള കഴിവ്, തകർന്ന ഹൃദയങ്ങളിൽ പുതുജീവിതത്തിന് തുടക്കം കുറിക്കുവാനുള്ള മനോഭാവം, വിശ്വാസികളുടെ ആത്മീയ ആരോഗ്യം ഉറപ്പുവരുത്തുവാനുള്ള ഉത്സാഹം. ഉത്തരവാദിത്തങ്ങൾ: മനസ്സ് തകർന്നവരിൽ മുൻവിധികളില്ലാതെ തകർക്കപ്പെട്ടവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പൂർണ്ണ ഹൃദയം സദാ ഉണ്ടായിരിക്കണം. വിശ്വാസ രോഗശാന്തി ലഭിക്കുമെന്ന ബോധ്യം ഉളവാക്കുക. രോഗബാധിതരിൽ ആത്മീയ മാനസിക പിന്തുണ അറിയിക്കുക. ദൈവത്തിൻ്റെ ശക്തിയാൽ രോഗികളെ സൗഖ്യമാക്കുക. ഹെവൻ സ്ട്രാറ്റജീസ് ആൻഡ് ഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. യോഗ്യതകൾ: തിരുവചന സത്യങ്ങൾ ലളിതമായി ബോധ്യപ്പെടുത്തുവാനുള്ള കഴിവ്, പ്രതിസന്ധിയെ നേരിടുവാനുള്ള ധൈര്യം, നിരന്തര പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ശീലങ്ങൾ, ദൈവത്തിൻ്റെ സർവായുധ വർഗ്ഗങ്ങൾ ധരിക്കുന്നവരാകണം. ഉത്തരവാദിത്തങ്ങൾ: ആത്മീയ പോരാട്ടത്തിൽ ദൈവവചനത്താലും കൃപാവരത്താലും പോരാടുവാൻ സഹായിക്കുക. ആത്മീയ പോരാട്ടം നടത്തുവാൻ ദൈവജനത്തെ കരുത്തുള്ളവരാക്കുക. ദുഷ്ടശക്തിയുടെ മേലുള്ള ആത്മീയ ധൈര്യം, ദുഷ്ടശക്തികൾക്കെതിരായ ആത്മീയ രക്ഷാ നടപടി മുന്നോട്ട് വയ്ക്കുക. ആത്മീയ യുദ്ധത്തിൽ നിന്നും ദൈവജനത്തെ സംരക്ഷിക്കുക. യൂത്ത് ലീഡർഷിപ്പ് ആൻഡ് എംപവർമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. യോഗ്യത: യുവജനങ്ങളെ സ്വർഗീയ ദൗത്യത്തിലേക്ക് നയിക്കുവാനുള്ള മനോഭാവം, ആത്മീയ മാർഗനിർദ്ദേശം നൽകുവാനുള്ള കഴിവ്, മാതൃകാപരമായ ജീവിതം, വാക്കുപോലെ പ്രവൃത്തിയും ഒത്തുചേർന്ന വ്യക്തിത്വം. അനുഭവ സമ്പത്തുള്ളവർ, പരിജ്ഞാനത്തിൽ വകതിരിവിൽ അവരിൽ ആത്മവിശ്വാസം വളർത്താൻ ആഗ്രഹമുള്ളവർ.
ഉത്തരവാദിത്തങ്ങൾ: യുവജനങ്ങൾക്ക് ആത്മീയ ശുശ്രൂഷകൾ സംഘടിപ്പിക്കുക. അവരുടെ സംശയങ്ങൾക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ ഉത്തരം നൽകുക. ദൈവസ്നേഹത്തിൻ്റെയും കരുണയുടെയും പാതയിൽ അവരെ സമീപിക്കുകയും സഹായിക്കുകയും ചെയ്യുക. അവർക്കായി പ്രത്യേക പ്രാർത്ഥനാ കൂട്ടായ്മകൾ ക്രമീകരിക്കുക. യുവജനങ്ങളെ ലോകത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവത്തിനായി തങ്ങളുടെ ജീവിതം അർപ്പിക്കുവാനായി പ്രചോദിപ്പിക്കുക. ഹെവൻലി മ്യൂസിക് ആൻഡ് വർഷിപ്പ് ലീഡർ. യോഗ്യതകൾ: ആരാധനയെ ആത്മീയമായി നയിക്കുവാനുള്ള കഴിവുള്ളവർ. സ്തുതി ഗാനങ്ങളിൽ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഉപയോഗിച്ച് മറ്റുള്ളവരുടെ പാപമോചനത്തിലേക്ക് നയിക്കുവാനുള്ള കഴിവ്. ആത്മീയ ദുഃഖിതർക്ക് ശാന്തിയും അഭയവും നൽകുവാനുള്ള മനോഭാവം. ആത്മവിശ്വാസം പകരുന്ന ഗാനങ്ങൾ രചിക്കുക. ജീവിത പരിവർത്തനത്തിനുള്ള ആത്മീയ ഗാനങ്ങൾ, പ്രചോദന രചനകൾ എന്നിവ നൽകുവാനുള്ള കഴിവ്. ഉത്തരവാദിത്തങ്ങൾ: ആരാധനയ്ക്ക് വിശ്വാസികളെ ഉണർവിലേക്ക് പ്രചോദിപ്പിക്കുക. യേശുവിൻ്റെ സാക്ഷ്യങ്ങൾ എപ്പോഴും ഉറപ്പുള്ളവരായി ജീവിക്കുക. വിശ്വാസികളെ ദൈവപ്രകാശത്തിൽ നയിക്കുക. ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുക. യേശുവിൻ്റെ സന്ദേശങ്ങൾ സംഗീതത്തിൽ ഉയർത്തുക. നിത്യത്തിൽ ചേർന്നിരിക്കുക. യേശുവിൻ്റെ സന്ദേശങ്ങൾ സംഗീതത്തിൽ ഉയർത്തുക. വിശുദ്ധ ജീവിതം നയിക്കുകയും ആത്മാവിൽ നടത്തപ്പെടുകയും ചെയ്യുക. വുമൺ ലീഡർഷിപ്പ് എംപവർമെൻറ്റ്. യോഗ്യതകൾ: സ്ത്രീകൾ ദൈവത്തിൻ്റെ മഹത്തായ സൃഷ്ടിയാണെന്നുള്ള സ്വയം തിരിച്ചറിവ്. നീതി പുലർത്താനും ധാർമ്മിക ബോധത്തിലും ഉള്ള ജീവിതം. ആത്മീയ ജാഗ്രത. ദൈവവചനത്തിലെ ശക്തമായ അവബോധം. വിശ്വാസ ജീവിതത്തിലും എല്ലാ മേഖലകളിലും ഉറച്ച നിലപാട്. വാക്കുകളും ചിന്തകളും നിയന്ത്രിക്കുവാനുള്ള കൃപ. ആത്മീയ സമർപ്പണം. ഉത്തരവാദിത്തങ്ങൾ: ആത്മീയമായും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും വനിതകൾക്ക് ഉയർച്ച ഉറപ്പാക്കുക. ദൈവരാജ്യത്തിൽ അവരെ കൂടുതൽ ശക്തിപ്പെടുത്തുക. സാമൂഹിക ജീവിതത്തിനായി പ്രവർത്തിക്കുക. പ്രത്യേക പ്രാർത്ഥനാ കൂട്ടായ്മകൾ ക്രമീകരിക്കുക. സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന മാനസിക ശാരീരിക ആക്രമണങ്ങൾക്ക് എതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക. ഹെവൻലി മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹീലിംഗ് കൗൺസിലർ. യോഗ്യതകൾ: ദൈവ അനുഭവം ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തിപരമായ സാക്ഷ്യമുള്ളവർ. സഹമനുഷ്യരുടെ സൗഖ്യത്തിനും മുന്നേറ്റത്തിനും പിന്തുണ നൽകുവാനുള്ള മനസ്സ്. ആത്മീയ കൗൺസിലിംഗ് വിവേകപൂർണമായി നൽകുവാനുള്ള കഴിവ്. ആത്മീയ പക്വത. ദൈവകൃപയും ജ്ഞാനവും നിറഞ്ഞ മനസ്സ്. ദൈവ സന്ദേശങ്ങൾ വ്യക്തിപരമായി നൽകുവാനുള്ള കഴിവ്. ഉത്തരവാദിത്തങ്ങൾ: ജീവിതത്തിൽ ആത്മവിശ്വാസം, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ആത്മീയ കരുതൽ, ആശ്വാസം നൽകുക. ദുഃഖിതരിലും വിഷാദത്തിൽപ്പെട്ടവർക്കും ആശ്വാസവാക്കുകൾ പകരുക. അവരെ മോചിപ്പിക്കുക. മാനസിക പിരിമുറുക്കങ്ങൾ ദൈവവചനത്തിലൂടെ പരിഹരിക്കാൻ മാർഗനിർദ്ദേശം നൽകുക. ദൈവവചനത്തിലൂടെ പരിഹരിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകുക. ദൈവത്തിന് മഹത്വം ഉയർത്തുന്ന സാക്ഷ്യങ്ങളായി വ്യക്തികളെ രൂപാന്തരം ഉളവാക്കുക. ഹെവൻലി സോഷ്യൽ മീഡിയ മാനേജർ. യോഗ്യതകൾ: ദൈവവചനം സോഷ്യൽ മീഡിയയുടെ എല്ലാ സ്ട്രാറ്റജീസും ഉപയോഗിച്ച് പ്രചരിപ്പിക്കുവാനുള്ള കഴിവ്. ആശ്വാസവചനങ്ങൾ പങ്കുവയ്ക്കുക. ദുർബലർക്കും ബലഹീനർക്കും സേവനം ചെയ്യുവാനുള്ള മനോഭാവം. ദൈവവചനത്തിലൂടെ ആത്മീയ ശുദ്ധീകരണം നൽകുവാനുള്ള കഴിവ്. ആത്മീയ വിജയം പ്രചോദിപ്പിക്കുന്നതിനുള്ള ഉത്സാഹം. ഉത്തരവാദിത്തങ്ങൾ: ദൈവിക സന്ദേശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുക. ആത്മീക ഉണർവിനായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക. പുതിയ ദൈവിക വിജ്ഞാനങ്ങൾ ദൈവവചന അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കുക. ജനത്തിൻ്റെ വിടുതലിനായി പ്രാർത്ഥിക്കുക. ജനത്തിൻ്റെ ആത്മീയ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക. ദൈവിക സേവനം ചെയ്യുക. വ്യസനത്തിൽ നിന്നുള്ള മോചനം നേടാൻ വിശ്വാസികളെ സഹായിക്കുക. നിയമനിർദ്ദേശങ്ങൾ: ജോലി പ്രവേശിച്ചു കഴിഞ്ഞാൽ തുടർ നിയമങ്ങൾ പൂർണ്ണമായും അനുസരിക്കാൻ ഉദ്യോഗാർത്ഥികൾ ബാധ്യസ്ഥരാണ്. ദൈവഹിതത്തിന് അനുസരിച്ച് ജീവിക്കുക. ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുക. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ക്രിസ്തുവിൽ മാതൃകാപരമായ ജീവിതം. വിശുദ്ധി വേർപാട് നിർബന്ധമായി പാലിക്കുക. രാജ്യം നൽകുന്ന പദവി ഭൂമി നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റെന്തിനേക്കാൾ മഹിമയും ഭാഗ്യകരമാണ്. ഇന്ന് തന്നെ ഈ ജോലിയിൽ അർഹത നേടുക. ഈ ഭൂമിയിലെ സമയപരിധിക്കുള്ളിൽ നിത്യവാസത്തിന് യോഗ്യത നേടുക. മറ്റുള്ളവരെയും യോഗ്യതയുള്ളവരാക്കുക. ഇന്ന് തന്നെ തീരുമാനമെടുക്കുക. ഓർക്കുക, ദൈവരാജ്യത്തിലെ ജോലി അവസരങ്ങൾ ഭൂമിയിലുള്ള ജോലികളിൽ നിന്നും വ്യത്യസ്തമാണ്. യോഗ്യത വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഭൂമിയിലുള്ള യോഗ്യതകളുടെ അടിസ്ഥാനത്തിലോ അല്ല. ദൈവത്തിൻ്റെ കൃപാരക്ഷ, ആത്മീയ വിശ്വസ്തത എന്നിവയാണ് ആവശ്യം. യേശു കർത്താവിനോട് ചേർന്ന് വിശ്വസ്തയോട് ജീവിക്കാം. ദൈവരാജ്യത്തിന് ശാശ്വതമായ സ്ഥാനമുറപ്പിക്കാം.